സ്കൂൾ ടിക്കരോ എന്ന് പറഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ നടത്തുന്ന ഒരു പുതിയ നാടകം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാരവാഹികളെ എല്ലാം തന്നെ അവരവർ ജനിച്ച സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ കർണാടകയിൽ ജനിച്ച ആ പ്രതിനിധി അങ്ങോട്ടേക്ക് പോയിട്ടില്ല. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികളൊന്നും, കോക്രോച്ച് ജനതാ പാർട്ടിയിലുള്ള പ്രതിനിധികളൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. എന്നാൽ അഭിജിത്ത് ദീപ്കെ ആദ്യം തന്നെ മഹാരാഷ്ട്രയിൽ വന്നിറങ്ങി വലിയ ഷോ ഓഫ് ഒക്കെ കാണിച്ചു. പശ്ചിമ ബംഗാളിൽ പോയിട്ടുണ്ട്, പ്രധാനമായിട്ട് ഉത്തർപ്രദേശിലും പോയിട്ടുണ്ട്. ഇനി ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് 2017 യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഭരണത്തിലേറുന്നത്. 10 വർഷം പോലും തികഞ്ഞിട്ടില്ല. 60 കൊല്ലം ഉത്തർപ്രദേശിൽ ഭരിച്ച ആൾക്കാരൊക്കെ അവിടെയുള്ള സ്കൂളുകൾ ഓക്സ്ഫോർഡ് നിലവാരത്തിൽ വളർത്തി. പക്ഷെ 2017 ഉത്തർപ്രദേശിൽ യോഗി കയറി 2018 സ്കൂളുകളിൽ കക്കൂസുകൾ പോലുമില്ല എന്നുള്ള നിലവാരത്തിലേക്ക് യോഗി അതിനെ താഴ്ത്തി എന്നാണ് ഈ ഡിമാംഗി നക്സലുകളുടെ വാദം കേട്ടാൽ നമുക്ക് പ്രധാനമായിട്ടും തോന്നുന്നത്. അവരെപ്പോഴും യോഗി കയറി, അതായത് 2017 ഇന്ന് യോഗി കയറി കഴിഞ്ഞാൽ 2018 ആകുമ്പോഴേക്കും ഓരോ സ്കൂള് നമ്മൾ കാണുമ്പോഴും ആ സ്കൂള് ന്യൂയോർക്ക് സിറ്റിയിലെ സ്കൂളുകൾ പോലെ നിലവാരമുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം. അതേസമയം ഇവർ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ഭരിച്ച ശേഷം 60 കൊല്ലമായിട്ട് അവിടെ യാതൊരുവിധ ഉന്നമനവും ഉണ്ടായിട്ടില്ല. എന്നാൽ 2017 മുതൽ UPയിലെ സർക്കാർ സ്കൂളുകളിൽ യോഗി ആദിത്യനാഥ് എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയണ്ടേ. കൗൺസിൽ സ്കൂളുകളിൽ 36% മാത്രം അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നു. അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ 19 മാനദണ്ഡങ്ങൾ മാത്രമേ പാലിച്ചിരുന്നുള്ളൂ. പകുതിയിലധികവും വൈദ്യുതിയില്ല, പകുതിയോളം അതിർത്തിയിലും മതിലുകളില്ലായിരുന്നു, സ്കൂളുകളിൽ മതിലുകളില്ലായിരുന്നു. ശരിയായ തറയോ ഫർണിച്ചറോ ഇല്ലാത്ത നിരവധി കുട്ടികൾ ഇപ്പോഴും അവിടെ പഠിക്കുകയാണ്. അതിനുശേഷം 7528 തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയാണ് യോഗി ആദിത്യനാഥ് വന്ന ഉടനെ ചെയ്തത്. 16486 സ്കൂളുകൾ വൈദ്യുതീകരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, യോഗി ആദിത്യനാഥ് അവിടെ അധികാരമേറുമ്പോൾ 16486 സ്കൂളുകളിൽ വൈദ്യുതി ഇല്ലായിരുന്നു. അതും യോഗിയുടെ തലയിലാണ്. യോഗി വന്ന ശേഷമാണ് അവിടെ വൈദ്യുതി കട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ ഇവർ പറഞ്ഞു പരത്തും. 5903 സ്കൂളുകൾ തുറന്നിട്ട നിലയിലായിരുന്നു. അവിടെ അതിർത്തി മതിലുകളില്ല, അവിടെ അതിർത്തി മതിലുകൾ കെട്ടി. 29,8 സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ നൽകി 9754 പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് അവിടെ ചെയ്തത്. 10 കൊല്ലം പോലും തികഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇത്രയും വലിയ സ്കൂളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ യോഗി അവിടെ ചെയ്തത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റുകളും 3278 ദിവ്യാംഗ സൗഹൃദ ടോയ്ലറ്റുകളും അവിടെ യോഗി ആദിത്യനാഥ് നിർമ്മിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണക്കെന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥ് അവിടെ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഒന്നും തന്നെ ഇപ്പോൾ ഡിമാംഗി നക്സലുകൾ കാണുന്നില്ല. മറിച്ച് ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ ഈ 60 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ ഫലമായി ഇപ്പോഴും സ്കൂളുകളിൽ ഇനിയും വികസനങ്ങൾ ഒരുപാട് വരാനുണ്ട്. കാരണം ഇത് ചക്ക ഇടുന്നത് പോലെ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമല്ല വികസനം എന്ന് പറയാൻ, അതിന് സമയം വേണം. എന്നാൽ യോഗിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നക്സലുകൾ അവിടെ ഇറങ്ങുന്നുണ്ട്, ഡിമാംഗി നക്സലുകൾ, കോക്രോച്ചുകളെ പോലെയുള്ള. എന്തായിരുന്നാലും യോഗിയാണ് ആള്. ഇവരോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നോക്കിയും കണ്ടും കളിക്കുക. കാരണം ജനങ്ങൾ യോഗിയുടെ കൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ജനങ്ങൾ യോഗിയുടെ കൂടെയാണ്, ജനങ്ങൾ മോദിയുടെ കൂടെയാണ്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.